ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ? അണ്ണിച്ചോരയില്ലാത്ത വർഗം അല്ല. ഇതൊരു പബ്ലിക് പ്ലേസാ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. തെണ്ടിയല്ല ജീവിക്കണ്ടേ? പാല് തന്ന കൈക്ക് തന്നെ കുത്തും അല്ലടാ ചെറ്റേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? അതെ, തന്റെ ഇടപാടെല്ലാം തീർന്നല്ലോ, മുതലും പലിശ എല്ലാം കിട്ടിയല്ലോ. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാ. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ച് കറളെ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? തനിക്കെന്താടോ? ഓ, ധിക്കാരം പഴയതുപോലെ തന്നെ, ഒരു കുറവുമില്ല. എടോ ഇയാളെ വിളിച്ചോ? ഞാൻ എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ചേട്ടനെ വിളിച്ചോ. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. നന്ദിയില്ലാത്ത ജാതി. 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. താൻ എന്നെ എന്തോ ചെയ്യും? വിഴുങ്ങോ? ഇത്രയും വലിയൊരു അഹങ്കാരി ഞാൻ കണ്ടിട്ടില്ല. അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയുള്ളൂ. ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചു. അപ്പം ഗോപിനാഥ് മുതുകാടിന് ശമ്പളം കയറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ 27 വർഷമായി മാജിക് അക്കാഡമി തുടങ്ങിയിട്ട്. 27 years ആയി. 96 തുടങ്ങുന്നു. ഇതുവരെ ഞാൻ 1 രൂപ ശമ്പളം മേടിച്ചിട്ടില്ല. എന്നാലും നീ ഈയിടെയായിട്ടും നന്നായിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ ഒന്ന് നന്നായി വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്റെ ജാതകത്തില്. അല്ല, അസല് ജാതകം. അപ്പൊ ഇവിടുത്തെ ഈ ചെലവെല്ലാം ഇവിടുന്നായിരിക്കും. ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് ഞാൻ ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതെ, വയറ്റിപ്പഴപ്പല്ലേ. അതല്ല ഞാൻ പറഞ്ഞ ഗോപിയേട്ടന്റെ എനിക്ക് ചെലവ്, വാടക, ഇതുവരെ വണ്ടി കൂലി പോക്കവേ ഒരു പ്രയോജനം ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് എന്തെങ്കിലും ഞാൻ ഒക്കണ്ടേ? കംപ്ലീറ്റ് ചെലവ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മോട്ടിവേഷൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്കിൽ എനിക്ക് ഇതുണ്ട്, ഒരു ചെറിയ വരുമാനം വരുന്നത്. എന്നാലും കുഴപ്പമില്ല. എന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളൊക്കെ കൈ അയച്ച് സംഭാവന ചെയ്തു പ്രൊഫസർ പറഞ്ഞു. ഇനിയും സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. എനിക്കിപ്പോ അങ്ങനെ ചെലവ് വരുന്നില്ല. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. കാരണം എന്റെ വൈഫിനോ എനിക്കോ മോനോ ഒന്നും ഇതുവരെ അങ്ങനത്തെ കാര്യമായിട്ടുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളോ വന്നിട്ടില്ല. അങ്ങനെ നാളെ വരികയാണെങ്കിൽ എന്തെന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളൂ. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. തുറന്ന് ചോദിക്കുന്നുണ്ട്, വേറെ ഒന്നും തോന്നരുത്. അല്ല, ഇപ്പൊ ഗോപിയേട്ടന്റെ വരുമാനം എന്താ? ഇത് സ്ഥാപനം മാറ്റിയത് ഗോപിയേട്ടന്റെ വരുമാനം എന്താണ്? അല്ല, ഇതുകൊണ്ടാ മെച്ചം. എന്റെ വരുമാനം ഞാൻ അതാ മോട്ടിവേഷൻ പ്രോഗ്രാമിന് പോകുന്ന സമയത്തൊക്കെ പൈസ കിട്ടും. അതും ഞാൻ ചിലതൊക്കെ ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അനാഥരെ സഹായിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കണക്കും നോക്കാറില്ല. അങ്ങനെ ശീലിച്ചു പോയി. 1,00,000 രൂപയായിട്ട് ഇറങ്ങിയാലും ശരി, തിരിച്ചു ചെല്ലുമ്പോ കാലണ കാണില്ല. എനിക്ക് അങ്ങനെ ഒരു പൈസയുടെ ആവശ്യം വരുന്നില്ല. യൂട്യൂബും ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം പോലും കഴിക്കാറില്ല. നാളെ ഞാനൊരു വലിയ പണക്കാരനായി മാറുമ്പോ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനത്തെ ഒരു ചെലവ് നമുക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറയാം, ഈ ഷർട്ട് എനിക്ക് ഷാൻ എന്ന് പറയുന്ന ലണ്ടനിലെ വാങ്ങിച്ചു തന്നതാണ്. സംഭാവന തരുന്ന ഒരു പൈസ പോലും എടുത്തിട്ടില്ല. ഇല്ല, നെവർ നെവർ നെവർ. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അവനവന്റെ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യും, സ്ഥാപനത്തിന്റെ ഉടമയെ വിമർശിക്കുകയും വേണം. അങ്ങനെ ഇപ്പൊ വല്ലവന്റെ ചെലവിൽ വിപ്ലവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ടാൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ നിറഞ്ഞത്? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് വൃത്തികെട്ട തള്ള. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. കുട്ടിക്ക് ഒരു കറുത്തൊരു കുട്ടിക്ക് ഈ മോഹിനിയാട്ടം പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനോ താങ്കളുടെ അഭിപ്രായ പ്രകാരം? അല്ല, അഭിപ്രായ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ? അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ? എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ ഇപ്പോ കറുത്തൊരു കുട്ടിക്ക് എന്താ നൃത്തം പഠിക്കാൻ പറ്റില്ലേ? എന്താ ഇവര് പറയുന്നത്? ഇവർ വെളുത്തിരിക്കുന്നോണ്ടാണോ?
അത് പോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. ഇവർ പറയുന്ന വെളുത്തവൻ എന്ന് പറയുന്ന സവർണൻ, കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ അതിന്റെ ജാത്യ ആക്ഷേപം തന്നെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷേ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പറ്റില്ല. കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോൾ അവരെ കാശും വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവർ പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം പണം. തട്ടേ കയറുമ്പോ നമ്മളെ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സാർ. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് എന്താന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല. വീണെടുത്ത് കിടന്ന് ഉരുളരുത്. ഗണപതി, തന്റെ കയ്യിലുണ്ടോ 2 തമാശ കടെടുക്കാൻ? പിന്നീട് അങ്ങോട്ട് തിരിച്ചു തരാം. നമ്മൾ ഇതിൽ കണ്ടപ്പോൾ നമ്മൾ അബൂ സലീമാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിടത്ത് പോലെ അബൂ സലീമിനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് നമുക്ക് പ്രൊമോഷൻ നിങ്ങൾ എന്തുകൊണ്ട് അബൂ സലീമിനെ കൊണ്ടുവരാം? അതാണ് ഈ മ്യായാവിമാരുടെ പ്രത്യേകത. മ്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. ഉണ്ടല്ലോ, ഉണ്ടല്ലോ, ട്രെയിലറിലില്ലല്ലോ. അത്രയും വലിയ മനുഷ്യനുണ്ടെങ്കിൽ നമ്മൾ കാണാതെ. ഈ ആളെ എനിക്കൊന്ന് കാണണമല്ലോ. പഴയ മിസ്റ്റർ അബൂ സലീം ഏതാ വണ്ടിയിൽ വന്നിറങ്ങിയ പയ്യനാണ്. അബൂ സലീം ഒന്നുമില്ല അല്ലേ? ചെക്കനെ സ്കൂളിൽ നിന്ന് വിടാൻ ടീച്ചറിന്റെ പെർമിഷൻ ഒക്കെ എടുത്തായിരുന്നു നിങ്ങള്. മുൻകോപവും എടുത്തുചാട്ടവും നന്നല്ല. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാൻ പഠിക്കൂ. നിങ്ങൾ ചെറുതാക്കണ്ട, പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. അബൂ സലീം അവർ യാരെന്ന് വെച്ചേ അവർ ഭയങ്കരമായ ആളാടാ. അവർക്കിട്ട് മോതാതെ. നമ്മള് സോങ്ങിന്റെ ഷൂട്ട് ചെയ്യുമ്പോ ജോധ്പൂരിൽ പോയപ്പോ അവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും. ജോധ്പൂരിലോ? അതെ. ഇത് മറ്റേ ബംഗ്ലാദേശിലൊക്കെ ഫാൻസുള്ള വാഹനം. ഇവനൊക്കെ എവിടെ നിന്നും വരുന്നതാ? പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു? ഞാനും ആ കത്തിയെടുത്ത് വരൂലേ? ഇപ്പൊ കേട്ടിട്ട് തന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. 4 മില്യൺ ഫോളോവേഴ്സ് ആണ്. 4 മില്യൺ നമ്മള് പണി നിർത്തേണ്ടി വരും. ഇയാളെന്താ ചെയ്യുന്നത്? താനെന്താ ചെയ്യുന്നത്? ഇപ്പോഴും ഈ ജോലി ഇല്ലാതെ എന്നെ പോലുള്ള ചെറുപ്പക്കാർക്കും ഞാൻ ഈ സാധനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ഇതിന് വേണ്ടി സ്പെഷ്യലി വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ ബോഡി ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇവനെ അടിക്കാനാണെങ്കിൽ ഇവരുടെ ഒരു ചൂരിൽ മേടിച്ചപ്പോഴാണ്. നീ ആരാണ് ഇവരാണ് കുറിച്ച് പറയാനായിട്ട്? ലാമ്പുണ്ടല്ലോ, പിന്നെ എണീറ്റ് നടക്കണോ നീ? അല്ല, ഈ അബൂ സലീം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പുള്ളി കലിപ്പാണ് ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് മൂക്കൊലിപ്പാണ് എനിക്ക് തോന്നുന്നത്. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അബൂ സലീം അതിനെ കൊണ്ട് പൊന്താത്തൊരു പേരില്ലേ? അതിപ്പോ മഹാദേവന് പൊങ്ങിട്ടാണോ അത്? எதுக்கு நான் இவனை நம்ம ரேடியஸில் வச்சுக்கிறேன், பின்னாடி யூஸ் ஆகலாம். പുള്ളി ഇത്രയും കഷ്ടപ്പെട്ട് പോയി ജിം അടിക്കുന്നൊക്കെ അബൂ സലീമിനെ അടിക്കാനാണല്ലോ ആലോചിക്കുമ്പോഴാ. വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യോഗ ടീച്ചറുമാണ്. ഒന്ന് കാണിക്കോ ആസനം? അല്ല, ഒരു ആസനം കാണിക്കോ? ഇതാണോടാ സംസ്കാരം? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? ഈ പടത്തിൽ നേഹയുടെ ക്യാരക്ടറിന്റെ പേരെന്താണ്? തുമ്പി. ഇനി കുറച്ചു നാളത്തേക്ക് കേരളത്തിന് ഇനി നല്ല ക്ഷാമമായിരിക്കും. കാരണം മൊത്തം നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. എന്നിട്ട് താമം ചെയ്തു ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. നിന്റെ അവസ്ഥ കാണുമ്പോ അവര് കബഡി കളിച്ചത് മൈതാനത്തല്ല, നിന്റെ ദേഹത്താണെന്ന് തോന്നും. എല്ലാവരും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് സെക്സ് എന്താന്നറിയത്തില്ല, ഒരു ശുദ്ധ പ്രണയം ഇല്ല. ഇപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പരിപാടി നടക്കും. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. പോക്സോ കേസിൽ യൂട്യൂബർ വിജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ് അറസ്റ്റിലായി. 16-കാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. നോക്കിയിട്ട് തന്റെ കാര്യം പോക്കാം. ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഓയിലും പോകും. അത് നടന്നിരിക്കണം. അത് ആണിനേക്കാളും നിർബന്ധം പെൺപിള്ളേർക്കാ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ടിരുന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത്. അയ്യോ, ഞാൻ പീഡിപ്പിക്കില്ല സാർ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. പ്രശസ്ത യൂട്യൂബറാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഈ വിജയ് മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത്. അതിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? വിജയ് മച്ചാന്റെ പ്രൊഫൈൽ എഴുതിയിരിക്കുന്നത് എനിക്കറിയാം. ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന്. തേടി വന്നു പോലീസ്. എന്തായാലും എന്നെ തേടി വരുന്ന എനിക്കറിയാം. അതങ്ങനെ തന്നെ സംഭവിച്ചു. ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു പ്രത്യേക വൈഭവമാക്കും. അവനെ അന്വേഷിച്ച് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ഇന്നാളെ അവനെ തല്ലാൻ കുറെ ആൾക്കാർ വന്നു. എന്റെ മച്ച, നമ്മൾ ഗോവയിൽ വന്നിട്ട് 3 ക്യൂട്ട് കുട്ടികൾ അവിടെ ബീച്ചിൽ നിന്ന് കളിക്കുന്നുണ്ട്.
അയ്യടാ അപ്പൊ അതാണ് തന്റെ മനസ്സിരിപ്പല്ലേ? സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. ഞങ്ങള് കളിക്കുന്ന കളി കണ്ട് നീയും ചാടണ്ട. ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. എന്റെ മച്ച ഞാൻ നമ്മുടെ കലൂര് ജസ്റ്റ് കറങ്ങാൻ വേണ്ടി അറിയപ്പോ ഇവിടെ മുട്ടും പരിപാടിയാണ്. ഹലാക്കിന്റെ പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടും ആലോചിക്കണായിരുന്നു. കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, അവനെ അറിയാവുന്ന പറയുന്നതേ നാണക്കേടാ. അവനെ പറ്റി നാട്ടുകാർക്ക് ശരിക്കും അറിയില്ല. വിജയൊക്കെ ഒന്ന് മനസ്സ് വെച്ചപ്പോ എത്ര റൂമുകളല്ലേ. നമ്മൾ വെറുതെ എന്തിനാ പണി മേടിക്കുന്നത്? ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പൊ ഉണ്ടാവില്ല. എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്ക. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. ജീവൻ കളയാനല്ല കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത്. ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല. ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. ഇരയുടെ പേര് ഒഴിവാക്കുക. അത് ഈ കേസിലെന്നല്ല, എല്ലാ കേസിലും ഇരകളുടെ പേര് ഒഴിവാക്കണം. ആ വേട്ടക്കാരന്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. താൻ ആള് വിചാരിച്ച പോലല്ല, മിടുക്കനാ, മിടുക്കൻ. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ചിട്ട്. അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. അയ്യേ വളരെ മോശം. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന് ഒരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല. അത് അവിടെയൊക്കെ നടക്കുന്നു, ആ വ്യവസായത്തിൽ നടക്കുന്നു, ഓഫീസുകളിൽ നടക്കുന്നു, മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. യുദ്ധം ഉടനെ തുടങ്ങും. ഓഹോ, ഇവിടെ നമ്മൾ തമ്മിൽ ആർക്കാണ് കൂടുതൽ സാമർഥ്യമെന്ന് മാറ്റിവെച്ച് നോക്കാനുള്ള സന്ദർഭമാണിത്. നമ്മൾ സംസാരിക്കേണ്ടത്, ഞാൻ സംസാരിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി, ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ്. ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടിയെടുക്കാൻ എന്ത് പാർട്ടി ചെയ്യാം. പ്രസിഡന്റിനൊന്നും അറിയാത്ത പോലെ ഉണ്ടല്ലോ ഒരു കുഞ്ഞുവാവ. ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി, ഞാൻ അറിഞ്ഞില്ല. അമ്മ സംഘടനയിലെ 2 ഭാരവാഹികളുടെ വ്യത്യസ്ത നിലപാടാണ് പ്രകടമാകുന്നത്. നിങ്ങൾ തമ്മിൽ എന്തിനാ പ്രശ്നം? പ്രശ്നം വേറെയാ. நீங்க சொல்ற அந்த சின்ன படம் மஞ்சுமல்லி பாய்ஸ் பிராங்கா சொல்லணும் அந்த மூவி வந்து நான் ஒரு மலையாளி தான். நான் ஒரு மலையாளி தான். കേൾക്കാൻ നല്ല രസമുണ്ട്. கேரளால தெரிஞ்ச வரைக்கும் எனக்கு கேரளால தெரிஞ்சது அந்த அளவுக்கு ரெஸ்பாண்ட் கிடையாது. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. அந்த அளவுக்கு ரெஸ்பாண்ட் கிடையாது. ஏன் இங்க வந்து அந்த அளவுக்கு சாடுறீங்கன்னு எனக்கு ஒண்ணுமே தெரியல. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. தெரியல. நானும் மூவி பார்த்திருக்கேன். பட் அந்த அளவுக்கு சாட்டிஸ்ஃபைட் வந்து எங்களுக்கு எதுவுமே கிடைக்கல. சோ அந்த அளவுக்கு என்ன இருக்குன்னு எங்களுக்கு ஒண்ணுமே தெரியல. இல்ல இருக்கு, எமோஷனல் வந்து கனெக்ட் ஆகுது அந்த மஞ்சுமல் பாய்ஸ்ல. சோ அந்த அளவுக்கு என்ன இருக்குன்னு எங்களுக்கு ஒண்ணுமே தெரியல. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? മഞ്ഞുമല കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി. കമൽഹാസൻ അടക്കമുള്ളവർ മഞ്ഞുമൽ ബോയ്സ് ടീമിനെ നേരിട്ട് അഭിനന്ദിച്ചു. I like the film very much. ഇപ്പോ ഏതാவது சொல்லணுமா? സലോമിക്കിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. அவங்க தமிழ் மூவிஸை வந்து அந்த அளவுக்கு என்கரேஜ் பண்ண மாட்டாங்க. ஸோ இங்கேயே அந்த அளவுக்கு என்கரேஜ் பண்ணீங்கன்னு எனக்கு ஒன்றுமே புரியல. സത്യമായി പറയുന്നവനായി രാജാക്കൻ. இல்லை நான் ஃப்ராங்காக சொல்லணும்னா இங்கே நீங்கள் வச்சு மலையாள மூவிஸ் கொண்டாட அளவுக்கு அங்கே தமிழ் மூவிஸ் யாருமே கொண்டாட மாட்டாங்க. വർഗീയവാദി ഡെമോക്രാറ്റിക് റാസ്കൽ. മേടാ ഇമാതിരി പോക്കൃതം കാണിക്കണം. പിന്നെ കമാന്നൊരു അക്ഷരം ഞാൻ കേട്ടില്ല. ഇന്നൊരു മൂളക്കം മാത്രം. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. അമ്മായി ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാക്കൾ സ്വന്തം കയ്യിൽ നിന്ന് 1 രൂപ എടുത്തിട്ടില്ല എന്ന് പോലീസിന്റെ കണ്ടെത്തൽ. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ ആദായനികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല, അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ
ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ 28 കോടി 35 ലക്ഷം രൂപയാണ് പലരായി ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. അത് കഴിഞ്ഞ് വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ ആണ് നിനക്ക് പറയാനുള്ളത്? 250 കോടിയോളം രൂപ കളക്ട് ചെയ്ത സിനിമയ്ക്ക് ചെലവായത് 18.65 കോടി രൂപ മാത്രമാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഒരു അരി അപ്പച്ചനും താടാ. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. ചൂതുകളിൽ ചിലപ്പോൾ പണം കിട്ടും, ചിലപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ചൂതാട്ടത്തിൽ എനിക്ക് കിട്ടിയ പണം ചൂതാട്ടത്തിൽ തന്നെ പോയി സർ.